വെൽക്കം ബാക്ക് ടു സഫ്ല ഷിഫ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് ഏപ്രിൽ 27th ആണ്. ചിയുവിൻ്റെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളത് അബുദാബിയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചു. നമ്മളുടെ പ്രിൻസസിനെ റെഡിയാക്കി സെറ്റാക്കി നമ്മളിത് എല്ലാവരും കൂടി അതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി പുറത്തിറങ്ങി. കുറച്ച് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ ആക്ച്വലി നമുക്കിന്ന് ലഞ്ചൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഷിഫാദിൻ്റെ കസിൻ്റെ വീട്ടിലാട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ കേക്കും വേറെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മളത് അബുദാബിയിലുള്ള ഒരു മുഷ്രിഫ് മാളിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പം നമ്മളിതേ അവിടുന്ന് കേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേക്കറിയിലേക്ക് പോവാം. ഷിഫാദിൻ്റെ ബ്രദറും വൈഫും കൂടി എന്തോ അവർക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. അവർ വേറെ ഫ്ലോറിൽ ഇറങ്ങി. ഇത് ലിഫ്റ്റിലുള്ള വ്യൂ ആട്ടോ, ശരിക്കുള്ള ഒരു അക്വേറിയം പോലത്തെ വ്യൂ ആണ്. അപ്പം നമ്മളിത് ഈ മാൾ ഇതാണ്. ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഇങ്ങനെ മാളിലേക്കൊക്കെ വരുന്നത് അബുദാബി. കൊറോണ ടൈം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഇല്ല, വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മാളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മുഷ്രിഫ് മാളുടെ വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് കോസ്മെറ്റിക്സിൻ്റെ ഒരു സ്റ്റാൾ പോലത്തെ ഒരു ഇതുണ്ട്, ഓപ്പൺ സ്റ്റാൾ ഉണ്ട്. അങ്ങനെ പോയപ്പോഴാണ് കുറച്ച് ഇമിറ്റേഷൻ ജ്വല്ലറീസിൻ്റെ കുറച്ച് കളക്ഷൻസ് അവിടെ കണ്ട്. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ കണ്ണ് അവിടുന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അയ്യോ അടിപൊളിയായിരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ആണെങ്കിലും ചെയിൻസ് ആണെങ്കിലും എല്ലാം ഹോൾ തിങ് അവിടെ ഉണ്ട്. റിസ്റ്റ് വാച്ചസ് ആണെങ്കിലും അങ്ങനെയുള്ള ബാങ്കിൾസ്, അങ്ങനെ കുറേ ഇയറിങ്സ്, കുറേ കളക്ഷൻസ്. അപ്പം ഞാനത് നല്ലോണം ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. പക്ഷെ നല്ല രസമുണ്ട്, കാണാൻ തന്നെ രസമുണ്ട്. നമുക്ക് എന്തായാലും ഭാഗ്യം തോന്നും, അത്രയ്ക്ക് രസമാട്ടോ. അപ്പം നമ്മളിതേ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ശരി ഓക്കെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലുലുവിലേക്ക് പോവാണ്. അതിൻ്റെ ലുലുവിലേക്ക് പോകുന്ന വഴിയിൽ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയൊന്നും അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല, ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. നമ്മൾ ബേക്കറി സെക്ഷനിലേക്ക് പോവാ കേട്ടോ. അപ്പം ഞാനും ഉമ്മയും ഷിഫാദിൻ്റെ ഉമ്മയും കൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് പോവായിരുന്നു ഓരോ ഐറ്റംസിന്. അങ്ങനെ നമ്മളത് ഈ ബേക്കറിയിലെത്തി. നമ്മൾക്ക് ഏത് കേക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഷിഫാദ് ഇതേ നേരത്തെ സ്പീഡിൽ നടന്നു പോയി ചിയുവിനെ എടുത്തിട്ട്. അപ്പോൾ ഷിഫാദ് ഇങ്ങനെ പ്രൈസ് ഒക്കെ നോക്കുന്നുണ്ട് എന്താവും എന്നൊക്കെ. കുറേ വെറൈറ്റി ആയിട്ടുള്ള പേസ്ട്രീസ്, കേക്ക്സ്, അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ സംഭവം എന്നറിയില്ല, അങ്ങനെ ഒരു കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല എന്നുള്ളത് തോന്നി. റേറ്റ് ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നമ്മൾ എടുത്തു കൊണ്ടുപോയിട്ടോ. ഈ കേക്കാണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ എടുത്തു കൊണ്ടുപോയി നെയിം മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഈ ഒരു ഇതിലിരിക്കുന്ന ആ മാംഗോന്റെ കേക്ക് വാങ്ങിച്ചു. അത് എനിക്ക് മാംഗോ കോക്കനട്ട് അങ്ങനെ സംതിങ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നി മാംഗോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ. അപ്പം നമുക്ക് അതന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യൂതേ സിൻഡ്രല്ല പോലെ റെഡി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അപ്പത്തേനും ഈ ബ്രദറും വൈഫൊക്കെ എത്തി. അങ്ങനെ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് അതിൽ നെയിമൊക്കെ മെൻഷൻ ചെയ്ത് അത് വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു. അവിടെ കസിനും വൈഫും കുട്ടികളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ടൈമായി, വായോ എന്താ നിങ്ങൾ വരാത്തത് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതേ ചട്ടപ്പെടാന്നെല്ലാം സെലക്ട് ചെയ്ത് ഓടി അങ്ങനെ ഒന്ന് ഫൈനലായിട്ട് നോക്കാം, എനിക്ക് കാണിച്ചു തരുമോ, ഒന്ന് വീഡിയോ എടുക്കാൻ കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഓടുക കേട്ടോ, പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അപ്പം നമ്മൾ എന്നിട്ട് അവിടെ മൊത്തം ഒന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം എല്ലാ ഫ്ലോറൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് കേക്കും സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നതാ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികളാണെങ്കിലും ഒട്ടും ഒതുങ്ങി നിൽക്കില്ല. അപ്പം നമ്മൾ അവരെ നിലത്തേ ഇറക്കിയില്ല, നമ്മൾ എടുത്തിട്ട് തന്നെ നടന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വ്യൂ കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാറെത്തി. നമ്മളിത് കസിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്, ഷിഫാദിൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പത്തേനും നമ്മളെ ബേബീസ് ഏകദേശം കുറച്ചിങ്ങനെ ഉറങ്ങി ഒരു സ്ലിപ്പി മൂഡിലായിരുന്നു. ഈ സഹലിൻ്റെ കയ്യിലൊരു കാർ ഫ്രഷ്നറാണ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടമായി അത് കണ്ടപ്പോൾ. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു താടാന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് സൂം ചെയ്തതാട്ടോ.
കുട്ടികളൊക്കെ ഉറങ്ങി നമ്മൾ കസിന്റെ വീടെത്തി. അവര് സ്റ്റിൽ ഉറക്കത്തിലാട്ടോ. കുറച്ചേ ഉള്ളൂ, അവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്സ് ഐ തിങ്ക്. അപ്പൊ നമ്മൾ അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് അവരെ കിടത്തി. അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോ ഈ റൂമിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട് ട്ടോ. ലൈക്ക് അബുദാബി മൊത്തത്തിൽ കാണാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുള്ള വ്യൂ. എനിക്ക് നല്ല ഇഷ്ടമായി. എന്നുവെച്ചാൽ എല്ലാ ഹോൾ അബുദാബി കാണാൻ പറ്റുന്ന പോലെ ആയിട്ട്. ഐ ഐ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാ. അവര് 8th ഫ്ലോർ എത്രയോ, അത് ഇത്ര ഭംഗി തോന്നും. പിന്നെ നമുക്ക് ഇതേ കസിന്റെ വൈഫ് ഫുഡും സംതിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാട്ടിലത്തെ മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറും നാടൻ ഊണെന്നെ. ഇത് അവരുടെ കസിന്റെ മോള് ഹുദ ചെയ്ത കാലിഗ്രഫി, ഐ തിങ്ക് പെയിന്റിങ് എന്തോ ഷിഫാദ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് എല്ലാ കുട്ടീസിനെയും സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് ടേബിളിൽ. അതുപോലെ തന്നെ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് ഹുദ നമുക്ക് കേക്ക് ഒക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. പറഞ്ഞതേ ഇല്ല, പക്ഷെ കോയിൻസിഡന്റ്ലി നമ്മൾ രണ്ടുപേരും മാംഗോ ആയി വാങ്ങിച്ചത്. മാംഗോ ഫ്ലേവർ ആയിപ്പോയി. അറിയില്ലായിരുന്നു സത്യത്തില് അവള് മാംഗോ ആണ് ഉണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നു. ഉണ്ടെങ്കിൽ ഞാനിങ്ങൾ വേറെ ഫ്ലേവർ വാങ്ങിച്ചേനെ. പക്ഷെ ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയി രണ്ടുപേരും മാംഗോ ആയത്. ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മാംഗോ കേട്ടോ. മാംഗോ അവള് ഹോം ബേക്കറാ. മീൻസ് നന്നായി, അത്യാവശ്യം നന്നായി കേക്ക് ഒക്കെ ഇടാം. അപ്പൊ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരെയും നിർത്തി കേക്ക് കട്ട് ചെയ്ത് ഇവരുടെ കലാപ്രകടനങ്ങൾ, കുറെ കലാപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ. രണ്ടുപേരും നല്ല നല്ല ഇപ്പൊ നല്ല കൂട്ടായിട്ടിരിക്കണം. ഭയങ്കര ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, പ്രിഡിക്റ്റ് ചെയ്തില്ല ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളുടെ ഒഫീഷ്യലി ആയിട്ടുള്ള നമ്മുടെ കേക്ക് കട്ടിങ് സെറിമണി ഇതാ. സിമ്പിൾ ആൻഡ് സ്മോൾ ആയിട്ടുള്ള ഇത് ബ്രദർ ആൻഡ് ഫാമിലി ആട്ടോ. അപ്പൊ അവരും കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് അവിടുന്ന് നമ്മൾ മെല്ലെ ഇവര് ബ്രദറിന്റെ സ്റ്റേ ചെയ്യുന്ന പ്ലേസിലെത്തി. അപ്പോഴാണ് പറഞ്ഞത് ബ്രദറിന്റെ ഷാനിത്ത തന്റെ സിസ്റ്ററിലോ പറഞ്ഞത് ഇവിടെ ഫുൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ഫുൾ പച്ചമങ്ങി. ഇത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു അറബിന്റെ വീടാട്ടോ, അറബ്സിന്റെ വീടാ. അവിടെ നോക്കൂ, നല്ല പച്ച മാങ്ങ, അടിപൊളി, കയ്യെത്തണ ദൂരത്ത് നിൽക്കണ പച്ചമാങ്ങ. ഞങ്ങൾ എന്ത് ചെയ്തു, അതിന്ന് നമ്മള് ഒരു മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞു. ചുമ്മാ എങ്ങനെയുണ്ട്, എന്ത് മാംഗോ ആണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാംഗോ ഒക്കെ പൊടിച്ചു. പിന്നെ അവിടെ ബൊഗൻവില്ല ഓൾവേസ് എല്ലാ അറബ്സിന്റെ വീട്ടിലും ഉണ്ടാവും. പിന്നെ മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു വലിയ മാംഗോ ട്രീ. ഇതൊക്കെ അറബ്സിന്റെ വീട് തന്നെയാണ് ശരിക്കും. ഡോഡ്ജി കാർ അതിന്റെ ഇടയിൽ. അപ്പോ നമ്മളിതേ കുറച്ച് അവരെ മുല്ലപ്പൂക്കെ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മെല്ലതേ. പിന്നെ നമ്മൾ അവിടുന്ന് നടന്നിട്ടോ. പിന്നെ വേറെ സ്ഥലത്ത് കുറേ മാംഗോ നിൽക്കുന്ന ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ മാംഗോ ഒക്കെ എടുത്ത് കടിച്ച് മെല്ലെ പിള്ളേരെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. നമ്മള് ഇവിടെ വരുമെങ്കിൽ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ ഇറങ്ങാറില്ല. ഇന്നാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പിന്നെ എന്തായാലും ഇറങ്ങാലോ, അപ്പൊ നിങ്ങൾക്കൊക്കെ കാണിച്ചും തരാം വ്ലോഗ് ചെയ്യാന് എന്ന് വെച്ചിട്ട് നമ്മളിത് എല്ലാരും കൂടി ആയിട്ട് ഇറങ്ങി. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ, നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ നടന്നു വന്ന് ഈ ഏരിയ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കൂടുതലും അറബ്സ് ആണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ റെസിഡൻസും ഉണ്ട്, എന്നാലും കൂടുതൽ അറബ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അല്ലോ, ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വീട്ടില് ഒരു വിന്റേജ് കാർ കണ്ടു. അയ്യോ, അടിപൊളി കാർ, എനിക്ക് ഇഷ്ടമായി. എനിക്കിങ്ങനെ കാറ് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലെങ്കിലും എനിക്ക് കാർസ് കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ വിന്റേജ് കാർസ്, പിന്നെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാർസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഐ തിങ്ക് ഫാൻ. ഈ വീട്ടിലും ഉണ്ട് മാംഗോ, സെയിം ലൈക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ. മീൻസ് ഇവിടുത്തെ മെയ്ഡ്സ് ഒക്കെ ചിലപ്പോൾ മലയാളീസോ ഇന്ത്യൻസോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഉണ്ടാവുമായിരിക്കും. സോ അവര് മേ ബി പ്ലാൻ ചെയ്തതായിരിക്കും ഇങ്ങനെ മാംഗോ. ഇത് കാണുന്നുണ്ടോ ഈ വീട്ടില്, ഈ അറബിന്റെ ഹൗസിൽ നോക്കൂ. ആ മാങ്ങ എന്താ പറയാ, അത്രക്കും പൂട്ട്, മീൻസ് അത്രയും മാംഗോകൾ ഉണ്ടായിരുന്നു. തൂങ്ങി 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 ഒരു സ്പേസ്. അപ്പൊ നമുക്ക് അടുത്ത് പോയി നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ അടുത്തൊക്കെ പോയി നോക്കിട്ടോ. അടുത്ത് പോയി മുല്ലപ്പൂക്ക് ഇരിക്കുന്ന നാട്ടിലത്തെ പോലെയോ, ശരിക്കും നമ്മളെ നാട്ടിലൊരു വൈബ് നമുക്ക് ഫീൽ ചെയ്തിട്ടോ ഇവിടെ എത്തിയപ്പോ. ഈ അവിടെ തുളസി അങ്ങനെ തന്നെ. പിന്നെ ഇത് റോസല്ല,
എനിക്കറിയില്ലായിരുന്നു. എന്റെ സിസ്റ്ററിലോ പറഞ്ഞു റോസല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റോസല്ലേ അങ്ങനെ ചോദിച്ചു. അപ്പൊ അതല്ല അതിന്റെ പേര് റോസല്ല എന്ന് പറഞ്ഞപ്പോ ഓ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളിതേ നോക്ക്, നിങ്ങൾ കാണുന്നുണ്ടോ മാംഗോസ്? അയ്യോ, പക്ഷെ പൊട്ടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ആരാന്റെ വീടല്ലേ. അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിന്നു. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിക്കാൻ തോന്നുമല്ലോ. പക്ഷെ നമ്മൾ നേരത്തെ അവിടുന്ന് പൊട്ടിച്ചുകൊണ്ട് ഇനി ഇവിടുന്ന് എന്തായാലും പൊട്ടിക്കുന്ന തോട്ടിയൊക്കെ നമുക്ക് പറ്റൂല എന്നുള്ളതുകൊണ്ട് നമ്മളുണ്ട്. പിന്നെ ദേ ട്രാംപോലിനൊക്കെ ആയിട്ട് സഹല് കളിക്കുകയാണ്. അതില് ജമ്പ് ചെയ്ത് പിന്നെ കുട്ടികള് ഒതുങ്ങിയിരിക്കില്ല, ചിയും ഷെഫ്സിയും ഒട്ടും ഒതുങ്ങിയിരിക്കില്ലല്ലോ. ദേ ഇനിയിപ്പോ അവരും കേറാൻ തന്നെ പോണ്, കരഞ്ഞ് അതിൽ കേറണം. അപ്പൊ നമ്മളിതേ അവിടെ ഒരു മലയാളി കുട്ടി സഹലിന്റെ മദ്രസ മീറ്റ് ആണെന്ന് പറഞ്ഞ് അവനിതേ അവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യണതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു അറബിന്റെ വീടാണ് കേട്ടോ, അതെങ്കിലും നിങ്ങൾ ആലോചിക്കണം. പക്ഷെ നമ്മുടെ ഈ അബുദാബിയിലുള്ള അറബ്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ, നല്ല കമ്പനി ആയിട്ടുള്ള അറബ്സ് ആണ് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ അലോ ചെയ്യില്ലല്ലോ അവരെ വീട്ടിൽ വന്നിട്ട്. നമ്മൾ ചെയ്യുന്നത് തെണ്ടിത്തരമാണെന്ന് അറിയാം, മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് കളിക്കാൻ. എന്നാലും നമ്മളൊരു ജസ്റ്റ് ഒരു ആവേശം, ഒരു ട്രാംപോളിൻ കണ്ടപ്പോ ജസ്റ്റ് കയറി നോക്കിയേ ഉള്ളൂ. അവർക്ക് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. അവിടുത്തെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു, ആ മെയ്ഡ് ഇവർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു ഇവരെ വിളിച്ചിട്ട്. പിന്നെ ദേ നമ്മൾ അവിടുന്ന് മെല്ലെ നടന്നപ്പോ ദേ കുറേ ഡോഗ് പിജിയൺ അതൊക്കെ ഉണ്ട്. അപ്പൊ ഫുഡ് കഴിക്കുന്നത് സാധനം നല്ല രസമുണ്ടല്ലേ, അവർ പറന്നു പോണ ആ ഡൽഹിന്റെ അവിടുത്തെ വൈബൊക്കെ തോന്നി എനിക്ക്. ഇത് പിന്നെ ഇവിടുത്തെ ഇവര് അടുത്തുള്ള ഒരു മോസ്ക്, അതിന്റെ തൊട്ടപ്പുറത്തെ ഇവരെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മെല്ലെ റൂമൊക്കെ എത്തി മെല്ലെ റിലാക്സ് ചെയ്ത് നമ്മളിതേ എഗെയിൻ ദുബായ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ 2 days അബുദാബി ജേർണി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിതേ നമ്മളുടെ സ്വന്തം ദുബായിൽ എത്തിയിരിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു ഒരു എത്ര ഒരു 9 ആയിട്ടോ, 9 ആയി നമ്മൾ എത്തുമ്പോൾ. നമുക്ക് സ്ട്രേറ്റ് റോഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും എന്താ പറയാ ലക്ഷറി ആയിട്ടുള്ള ഈ ദുബൈയിൽ തന്നെ ലക്ഷറി ആയിട്ടുള്ള കുറച്ച് സ്ഥലമാണ്. ഡൗൺ ടൗൺ എന്നാട്ടോ ഈ സ്ഥലം പറയുക. ഇത് നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. അയ്യോ, ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാ ഇതിന്റെ ഉള്ളിൽ. നല്ല രസമാണ്. എന്നുവെച്ചാൽ 2 floor എന്തോ ഫ്രീ എൻട്രി ആണ്. പിന്നെ ദേ നമ്മൾക്ക് ചിയൂന് ഗിഫ്റ്റ് കൊടുത്ത സെഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കുറേ ഗിഫ്റ്റ് കിട്ടിയത്. ദേ ഫസ്റ്റ് അവിടുന്ന് അവര് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതായിരുന്നു കേട്ടോ. ചിയൂനൊരു ഫ്രോക്ക് ഒക്കെ അവര് ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ദേ എന്റെ പപ്പ നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്തേച്ചപ്പോ താങ്ക് യു പപ്പച്ചി എന്നൊക്കെ ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് ഒരു കൊടുക്കുകയാണ് ഫ്ലൈങ് കിസ് പറയാൻ കൊടുക്ക്. വേണ്ടിയിട്ട്. അവൾക്ക് ഇഷ്ടായി. താങ്ക് യു പിന്നെ പപ്പച്ചി. ഈ കുറച്ചു ദിവസം ഈ ഫ്ലൈങ് കിസ്. ഡ്രസ്സിന്റെ പിന്നാലെ ആയിരുന്നു. ഈ ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 dresses കൊണ്ടുവന്നു. പിന്നെ അത് നിത്താര എന്ന് പറഞ്ഞ നെയ്ബറാണ് ആ മെർമെയ്ഡിന് കൊടുത്തത് കേട്ടോ. പിന്നെ ദേ എന്റെ മാമ ചാബ് മാമ എന്ന് പറയും, എന്റെ ഉമ്മച്ചിന്റെ ബ്രദറാ. അപ്പൊ ചാബ് മാമ ദേ ഡോളും കുറെ കാൻഡീസും ചോക്ലേറ്റും പിന്നെ കേക്കും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ബർത്ത്ഡേ വ്ലോഗ് ഇതേ എന്താവുന്നു. കുറച്ച് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് കുട്ടികളൊക്കെ എടുത്ത ഫോട്ടോസ്, നമ്മൾ പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി ഫോട്ടോസ് എടുത്തല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ലൈക്ക് ഷെയർ കോമെന്റ്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.